ഇന്ന് ഇക്ക ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കവറും പിടിച്ചിട്ടാണ് കേട്ടോ വന്നത്. സംഭവം എന്താ വെച്ചാലേ ഇക്കാൻ്റെ ഷോപ്പിൽ ഇക്കാൻ്റെ ഒരു പരിചയക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ആൾ കൊടുത്തതാണ് കേട്ടോ. ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറിയാണ്, ജൈവവളമൊക്കെ ഇട്ട്. ഇത് നല്ല ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങ ഉണ്ട്, അതുപോലെ തന്നെ പച്ചക്കായ ഉണ്ട്, മാത്രമല്ല കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കവർ തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ടല്ലോ പയറിൻ്റെ ഇല ഇരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ഇല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കപ്പയിലേക്ക് ഞാൻ ചിക്കൻ പാർട്സിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പൂ പോലെയുള്ള കപ്പയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെന്തുടയുന്ന കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ പയറിൻ്റെ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പയറ്റിൻ്റെ ഇല എന്നാണല്ലേ പറയാം. പണ്ട് കുട്ടിക്കാലത്തിൻ്റെ അമ്മമ്മ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അന്ന് കഴിച്ച ഒരു ഓർമ്മ ഉണ്ട്. ഇപ്പം പയറും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇല വെച്ചിട്ടൊന്നും ഞാൻ തോരനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പയറിനെ ധാരാളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പയർ മാത്രമാണ് വെച്ചിരുന്നത്. അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വർഷങ്ങളായി ഈ തോരനൊക്കെ ഒന്ന് തിന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കറി ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ പച്ചക്കായും വഴുതനങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള വഴുതനങ്ങയും കായൊക്കെ നാളെ ഉപ്പേരി വെക്കാം. അപ്പോൾ ഞാൻ വീട്ടിലുള്ള കുറച്ച് തക്കാളി അതുപോലെ വെണ്ടയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. സാമ്പാർ അങ്ങനെ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ചൊക്കെ റെഡിയാക്കി ഞാൻ ടെറസിൻ്റെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒരു ഭംഗിയുള്ള മയിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വന്ന് നിൽക്കണേ. ഞാനവിടെ ഡ്രസ്സ് വാഷ് ചെയ്തപ്പോൾ ഈ മയിലും നമ്മളെ ടെറസിൻ്റെ മുകളിലേക്ക് പാറി വരുന്ന കണ്ടിട്ടുണ്ടായി കേട്ടോ. അങ്ങനെ ഫോൺ എടുത്ത് വന്നതാണ്, അല്ലാതെ അപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ ഈ മയിൽ സൗണ്ട് കേട്ട് അപ്പം ഇവിടുന്ന് പാറിപ്പോകും കേട്ടോ. അപ്പോൾ എൻ്റെ ആവേശമൊക്കെ കണ്ടിട്ട് തന്നെ അത് വേഗം ചിമ്മിണിൻ്റെ മുകളിൽ കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അത് ടാങ്കിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഞാൻ സെൽഫിയൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആവേശം കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് അത് വേഗം ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിലേക്ക് പാറിപ്പോയി ട്ടോ. സാധാരണ കുറേ കൂടിങ്ങാണ്ട് പെൺമയിലുകൾ വരലുണ്ട് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇതുപോലെ ഭംഗിയുള്ള ഒരു ആൺമയിൽ വരുന്നത്. ഇന്ന് ഇക്ക ലഞ്ച് കഴിക്കാൻ വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു കവറും പിടിച്ചിട്ടാണ് കേട്ടോ വന്നത്. സംഭവം എന്താ വെച്ചാലേ ഇക്കാൻ്റെ ഷോപ്പിൽ ഇക്കാൻ്റെ ഒരു പരിചയക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ആൾ കൊടുത്തതാണ് കേട്ടോ. ഒരു വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചക്കറിയാണ്, ജൈവവളമൊക്കെ ഇട്ട്. ഇത് നല്ല ഇഞ്ചിയാണ് കേട്ടോ. പിന്നെ വഴുതനങ്ങ ഉണ്ട്, അതുപോലെ തന്നെ പച്ചക്കായ ഉണ്ട്, മാത്രമല്ല കപ്പയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കവർ തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ടല്ലോ പയറിൻ്റെ ഇല ഇരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ഇല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കപ്പൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കപ്പ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കപ്പയിലേക്ക് ഞാൻ ചിക്കൻ പാർട്സിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല പൂ പോലെയുള്ള കപ്പയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെന്തുടയുന്ന കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് ലഞ്ചിന് ഞാൻ പയറിൻ്റെ ഇല കൊണ്ട് തോരൻ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പയറ്റിൻ്റെ ഇല എന്നാണല്ലേ പറയാം. പണ്ട് കുട്ടിക്കാലത്തിൻ്റെ അമ്മമ്മ എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അന്ന് കഴിച്ച ഒരു ഓർമ്മ ഉണ്ട്. ഇപ്പം പയറും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇല വെച്ചിട്ടൊന്നും ഞാൻ തോരനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പയറിനെ ധാരാളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പയർ മാത്രമാണ് വെച്ചിരുന്നത്. അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വർഷങ്ങളായി ഈ തോരനൊക്കെ ഒന്ന് തിന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ കറി